നമസ്കാരം. ഇരുട്ടിന്റെ മറവിൽ വീടുകൾ ലക്ഷ്യമിട്ടെത്തുന്ന മോഷ്ടാക്കളെ ഭയക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. എന്നാൽ ആയുധങ്ങളുമായി വീട്ടിൽ കയറിയ മോഷ്ടാവിനെ പതറാത്ത ആത്മവീര്യം കൊണ്ട് തുരത്തിയിരിക്കുകയാണ് 65-കാരിയായ ഒരു വീട്ടമ്മ. ഞായറാഴ്ച പുലർച്ചെ നെടുമ്പ്രം അന്തിച്ചന്തയ്ക്ക് സമീപമുള്ള മുക്കാട്ട് വീട്ടിലെത്തിയ കള്ളനാണ് വീട്ടമ്മയായ സഫിയ നൌഷാദിന്റെ മനസ്സാന്നിധ്യത്തിന് മുന്നിൽ തോറ്റുമടങ്ങിയത്. ഞായറാഴ്ച പുലർച്ചെ 2:20 ഉറക്കമുണർന്ന സഫിയ കേട്ടത് താഴത്തെ നിലയിലെ അലമാരകൾ തുറക്കുന്ന ശബ്ദമാണ്. വീട്ടിൽ തനിച്ചാണെന്ന ബോധ്യം ഭയപ്പെടുത്തുന്നതിനു പകരം അവരെ ജാഗരൂകയാക്കിയാണ് ഉണ്ടായത്. തന്റെ കിടപ്പുമുറിയുടെ വാതിൽ കുറ്റിയടിച്ച ശേഷം ഉടൻ തന്നെ മകളെയും മരുമകനെയും വിവരമറിയിച്ചു. മരണനിഴൽ പോലെ തന്റെ കിടക്കമുറിയുടെ ഹാൻഡിൽ തിരിയുന്നത് കണ്ടിട്ടും സഫിയ പതറിയില്ല. ഇപ്പം വരുമടാ പോലീസ്, നീ നിൽക്ക് എന്ന ആക്രോശം ഒരു വീട്ടമ്മയുടേതല്ല, മറിച്ച് അതിജീവനത്തിന്റെ കരുത്തായിരുന്നു. പോലീസിന്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ആ ഒറ്റ മുന്നറിയിപ്പിൽ മോഷ്ടാവ് പിന്തിരിഞ്ഞു. സഫിയ തനിച്ചാണ് താമസം. ഞായറാഴ്ച പുലർച്ചെ ഉണർന്നു. ഫോണിൽ നോക്കിയപ്പോൾ സമയം 2:20. 10 മിനിറ്റോളം ഉറക്കം വരാതെ കിടന്നു. പുറത്ത് ചില ശബ്ദങ്ങൾ കേട്ടു. 2 നില വീടിന്റെ മുകളിലത്തെ നിലയിലാണ് സഫിയ കിടന്നിരുന്നത്. താഴത്തെ നിലയിലെ അലമാര തുറക്കുന്ന ശബ്ദം കേട്ടു. മോഷ്ടാവാണെന്ന് അപ്പോൾ തന്നെ മനസ്സിലായി. 1 കിലോമീറ്ററിനപ്പുറം താമസിക്കുന്ന മകളെയും മരുമകനെയും ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞു. ഉടനെ മുറിയിലെ എല്ലാ കുറ്റികളും ഇട്ടു. മരുമകൻ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. കിടന്നിരുന്ന ബെഡ്റൂമിന്റെ വാതിലിലെ ഹാൻഡിൽ തിരിയുന്നത് സഫിയ കണ്ടു. തൊട്ടടുത്ത നിമിഷം സഫിയ വിളിച്ചു പറഞ്ഞു, ഇപ്പം വരുമടാ പോലീസ്, നീ നിൽക്ക് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പിന്നെ പുറത്തെ അനക്കം കേൾക്കാതെയായി. അരമണിക്കൂറിനകം മകളും മരുമകനും പിന്നാലെ പോലീസും സ്ഥലത്തെത്തി. അവർ വന്ന ശേഷമാണ് മുറിയിൽ സഫിയ പുറത്തേക്ക് ഇറങ്ങിയത്. താഴത്തെ അലമാരകൾ തുറന്ന നിലയിലായിരുന്നു. ഇവിടെ നിന്നും കാര്യമായ വസ്തുക്കളൊന്നും മോഷണം പോയില്ല. ഞായറാഴ്ച അന്തിച്ചന്തയിൽ ആറ്റുമാലിൽ വീട്ടിലും കവർച്ച നടന്നിരുന്നു. മുൻവാതിലാണ് കുത്തി തുറന്നത്. അന്തരിച്ച ന്യൂറോ സർജൻ ഡോക്ടർ സജീവ് തോമസിന്റെ വീടാണിത്. വീട് അടച്ചിട്ടിരിക്കുകയാണ്. സജീവ് തോമസിന്റെ വിദേശത്തുള്ള മക്കൾ എത്തുമ്പോൾ മാത്രമേ നഷ്ടപ്പെട്ടത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. സജീവ് തോമസിന്റെ വീടിന്റെ മുന്നിലൂടെ 3 മണിയോടെ കമ്പിപ്പാരയും വെട്ടുകത്തിയുമായി നടന്നു പോകുന്ന മോഷ്ടാവിന്റെ ദൃശ്യം CCTVയിൽ ലഭ്യമായിട്ടുണ്ട്. പുളിക്കീഴ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. നെടുമ്പ്രം ഭാഗത്ത് കഴിഞ്ഞ 3 മാസത്തിനിടെ 10 കവർച്ച നടന്നിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആയുധങ്ങളുമായി എത്തിയ മോഷ്ടാവിന് മുന്നിൽ പതറാതെ അതിവേഗം ചിന്തിക്കാനും പ്രവർത്തിക്കാനും സഫിയ കാട്ടിയ ആത്മവിശ്വാസം ഏതൊരാൾക്കും മാതൃകയാണ്. ഭയത്തിന് കീഴടങ്ങാതെ ബുദ്ധിപൂർവ്വം പ്രതികരിച്ചതിലൂടെ വലിയൊരു അപകടമാണ് അവർ ഒഴിവാക്കിയത്. എന്നാൽ നെടുമ്പ്രം മേഖലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന കവർച്ചകൾ ജനങ്ങളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഒപ്പം ഒറ്റപ്പെട്ട വീടുകളിൽ കഴിയുന്നവർ സഫിയെ പോലെ ജാഗ്രത പുലർത്തേണ്ടത് അത്യന്താപേക്ഷിതവുമാണ്. എന്തായാലും ഇരുട്ടിന്റെ മറവിൽ വീടുകൾ ലക്ഷ്യമിട്ടുന്ന മോഷ്ടാക്കളെ ഭയക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. 65 വയസ്സുകാരിയായ ഒരു സീനിയർ സിറ്റിസണായ ഒരു സ്ത്രീ തനിച്ച് താമസിക്കുന്ന വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത്. എന്നാൽ ആയുധങ്ങളുമായി വീട്ടിൽ കയറിയ മോഷ്ടാവിനെ പതറാത്ത ആത്മവീര്യം കൊണ്ട് തുരത്തിയിരിക്കുകയാണ് ഈ 65-കാരിയായ വീട്ടമ്മ.